ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്കിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിംഗുലർ ആൻഡ് പ്ലൂറൽ നൗൺസ് പഠിച്ചു. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഇന്നത്തെ ദിവസം നമുക്ക് ചെക്സ് പഠിക്കാം. ചെക്സ് സിമ്പിൾ ടോപ്പിക്കാണ്. ചെക്സ് എല്ലാവർക്കും അറിയാവുന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് പഠിച്ചു തരാൻ പറ്റും. അപ്പോൾ അതിൻ്റെ നോട്ട്സ് നമുക്ക് നോക്കാം. ചെക്ക് നമുക്കറിയാം ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. ചെക്ക് ഈസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് ഇൻസ്ട്രക്റ്റ് എ ബാങ്ക് ടു പേ സ്പെസിഫിക് എമൗണ്ട് ഓഫ് മണി ഫ്രം എ പേഴ്സൺ അക്കൗണ്ട് ടു ദ അനദർ പേഴ്സൺ. നമുക്കറിയാം ചെക്ക് എപ്പോഴും റിട്ടേൺ ആയിരിക്കും, ഡേറ്റഡ് ആയിരിക്കും. ഡേറ്റ് കമ്പൾസറി ആണ് ചെക്കിൽ. പിന്നെ സൈൻ വേണം. പിന്നെ അതിൻ്റെ ഫിഗേഴ്സ് ഓഫ് റുപ്പീസ്, എത്ര രൂപ, ഇപ്പോൾ 1000 എഴുതിയിട്ടുണ്ടെങ്കിൽ 1000 റുപ്പീസ് ഉള്ളിൽ നിന്ന് വേണം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിട്ടേൺ ആയിരിക്കണം, ഡേറ്റഡ് ആയിരിക്കണം, സൈൻ ചെയ്യണം. പിന്നെ ഡ്രോയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് ചെക്ക് റൈറ്റ് എഴുതുന്നത് അതാണ് ഡ്രോയി എന്ന് വെച്ചാൽ പൈസ തരുന്നവരാണ്. അപ്പോൾ ബാങ്ക് ആയിരിക്കും. പേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കാണ് ചെക്ക് കൊടുക്കുന്നത്. എമൗണ്ട് നമുക്ക് എമൗണ്ട് അതിനകത്ത് എഴുതുന്നു, ഡേറ്റ്, ചെക്ക് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ്, പിന്നെ സിഗ്നേച്ചർ. അത് ആരാണ് ചെക്ക്, ആ ചെക്കിൻ്റെ സിഗ്നേച്ചർ ഇടണം. പിന്നെ നമുക്ക് ടൈപ്പ് ഓഫ് ചെക്സ് നോക്കാം. ഒന്ന് ബെയറർ ചെക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേബിൾ ടു ദ ബെയർ. ആരാണോ ആ ചെക്ക് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന് ചെക്ക് കൊടുക്കും. പിന്നെ അടുത്തത് ഓർഡർ ചെക്ക് എന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് പേഴ്സൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ പേര് ഡേവിഡിനെ കൊടുക്കണം, അല്ലെങ്കിൽ എബിന് കൊടുക്കണം, അങ്ങനെ സ്പെസിഫിക് ചെയ്തിട്ടുണ്ടാവും. ക്രോസ് ചെക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചെക്ക് നോർമൽ ചെക്കിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ 2 ലൈൻ വരക്കും. അതിനാണ് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാങ്കിലോട്ട് മാത്രമേ പൈസ വരുള്ളൂ. അപ്പോൾ മെയിൻലി എല്ലാ ചെക്കും ക്രോസ്ഡ് ചെക്കാണ്, കാരണം പ്രൂഫായിരിക്കും. മറ്റേതാകുമ്പോൾ ചെക്ക് ആരുടെ കയ്യിലായിരിക്കണം അയാൾക്ക് ചിലപ്പോൾ പൈസ മാറ്റാൻ പറ്റും. ക്രോസ് ചെക്ക് ആകുമ്പോൾ നമുക്ക് ബാങ്ക് അക്കൗണ്ട് വഴി മാത്രമേ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുള്ളൂ, ക്യാഷ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഓപ്പൺ ചെക്ക് എന്ന് പറഞ്ഞാൽ നോർമൽ, ഇപ്പോൾ ക്യാഷ് ചെക്കൊക്കെയാണ് ഓപ്പൺ ചെക്ക് എന്ന് പറയുന്നത്. പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഒരു ചെക്ക് ഫ്യൂച്ചർ ഡേറ്റ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇന്ന് 1-ാം തീയതി ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 10-ാം തീയതി ഡേറ്റ് ഇട്ട് കൊടുക്കാം. അതിനാണ് ഫ്യൂച്ചർ ചെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ആ 10-ാം തീയതി അല്ലെങ്കിൽ 10-ാം തീയതിക്ക് ശേഷം മാത്രമേ ആ ചെക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അടുത്തതാണ് സ്റ്റേൽ ചെക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെക്കിൻ്റെ കാലാവധി 3 മാസമാണ്. നേരത്തെ 6 മാസമാണ്, ഇപ്പോൾ 3 മാസമാണ് ചെക്കിൻ്റെ കാലാവധി. അപ്പോൾ ആ കാലാവധി കഴിഞ്ഞിട്ട് വരുന്ന ചെക്കിനാണ് സ്റ്റേൽ ചെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് മുറ്റിലേറ്റഡ് ചെക്ക് എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ കീറിപ്പോണ ചെക്കിനൊക്കെയാണ് അങ്ങനെ പറയുന്നത്. പിന്നെ ആൻറ്റി ഡേറ്റഡ് ചെക്ക്, ഇപ്പോൾ ഏർലിയർ ഡേറ്റ് വരുന്ന ചെക്കിനൊക്കെയാണ് ആൻറ്റി ഡേറ്റഡ് ചെക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇന്ന് 10-ാം തീയതി ആണെങ്കിൽ എനിക്ക് 1-ാം തീയതി ഡേറ്റിലിട്ട് ചെക്ക് കൊടുക്കുക, അത് ആൻറ്റി ഡേറ്റഡ് ചെക്കാണ്. പിന്നെ ഇമ്പോർട്ടൻറ്റ് ടൈംസ് ആണ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇപ്പം ചെക്കിൻ്റെ ബാക്കിൽ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അടുത്തത് ഡിഷോണർ ഓഫ് ചെക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തു, പക്ഷേ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ല. അങ്ങനത്തെ എന്തെങ്കിലും കേസ് വരുമ്പോഴാണ് ചെക്ക് ഡിഷോണർ ആവുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ചെക്കിൻ്റെ സൈൻ വേറെ ആയിപ്പോൾ, അല്ലെങ്കിൽ ഡേറ്റ് മാറിപ്പോയി, അത് അങ്ങനെയൊക്കെ വരുമ്പോൾ ഡിഷോണർ ആവും. സ്റ്റോപ്പ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ചെക്ക് ഇഷ്യൂ ചെയ്ത് ആ ചെക്ക് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ ആ ചെക്ക് നമുക്ക് ക്യാൻസൽ ചെയ്യണം. അപ്പോൾ അതിനാണ് സ്റ്റോപ്പ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. സ്റ്റോപ്പ് പേയ്മെൻറ്റ് റിക്വസ്റ്റ് ബാങ്കിൽ കൊടുക്കണം. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഒരു ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്ത് കൊടുക്കണം. അടുത്തതാണ് ചെക്ക് ട്രാൻസാക്ഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയതായി ഇപ്പോൾ ചെക്ക് നമ്മൾ ഫിസിക്കൽ ചെക്ക് ബാങ്കിൽ കൊടുക്കും. ബാങ്ക് അത് സ്കാൻ ചെയ്തിട്ടാണ് പ്രോസസ്സ് ചെയ്യുന്നത്. ഇലക്ട്രോണിക് ഇമേജ് ആയിട്ടാണ് പ്രോസസ്സ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ സ്പീഡിൽ ട്രാൻസാക്ഷൻ നടക്കുന്നത്. അപ്പോൾ അതിനാണ് ചെക്ക് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ IFSC കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ്, ഒരു 11 ഡിജിറ്റ് നമ്പർ ആയിരിക്കും. ഇത് ഓരോ ബാങ്കിനും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്, ഏതാണ് ബ്രാഞ്ചസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് IFSC കോഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഓൺലൈൻ ട്രാൻസ്ഫർ ഒക്കെ ചെയ്യാൻ നേരത്തെ IFSC കോഡ് അക്കൗണ്ട് നമ്പർ കമ്പൾസറി ആണ്. പിന്നെ ഇതിൻ്റെ ലീഗൽ നോക്കുകയാണെങ്കിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ട് 1881 ആണ് ചെക്സിനെ ഗവേൺ ചെയ്യുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ചും ചെക്സും പ്രൊമിസറി നോട്ട്സൊക്കെ ലോ ഉള്ളത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്റ്റിലാണ്. ഇപ്പോൾ എന്തെങ്കിലും ഡിഷണർ ആയിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 138 ആണ് അത് ഡീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സെക്ഷൻ 138 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്റ്റ്. ഇപ്പോൾ ഇത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ഡിഷണറായി, ഇപ്പോൾ നമ്മൾ ചെക്ക് കൊടുത്തിട്ട് അത് ഡിഷണർ ആയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നമുക്ക് കേസ് കൊടുക്കാം. അതാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇതിനകത്തിപ്പോൾ മെയിനായിട്ട് പറയുന്നത്, ഇപ്പോൾ ഞാനൊരു ചെക്ക് ഡിഷോണർ ആയിട്ടുണ്ടെങ്കിൽ വിത്തിൻ 30 ഡേയ്സ് 30 ദിവസത്തിനുള്ളിൽ ആൾക്ക് പാർട്ടിക്ക് നോട്ടീസ് കൊടുക്കണം. എൻ്റെ റീസൺ പറഞ്ഞ് അങ്ങനെ ചെക്ക് ഡിഷോണറായി പൈസ ഒന്നല്ലെങ്കിൽ സെപ്പറേറ്റ് ചെക്ക് തരുമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യാനോ പറയണം. അത് ചെക്ക് ഡിഷോണറായി 30 ദിവസത്തിനുള്ളിൽ ചെയ്യണം. പക്ഷേ ഡ്രോയർ ആ കിട്ടിയ ആളത് നോട്ടീസ് കിട്ടി 15 ദിവസത്തിനുള്ളിൽ ആക്ഷൻ എടുക്കണം. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നമുക്ക് കേസ് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പെനാൽറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജയിൽവാസം 2 വർഷത്തിലധികം ജയിൽവാസം കിട്ടും, അല്ലെങ്കിൽ എത്ര രൂപയാണ് എമൗണ്ട് ഫൈൻ വരുന്നത് അതിൻ്റെ ടോയ്സ് എമൗണ്ട് 2 ഇരട്ടി ഫൈൻ അടക്കണം. ഇപ്പോൾ 1000 രൂപയുടെ ചെക്കാണെങ്കിൽ 2000 രൂപ ഫൈനായിട്ട് അടക്കണം. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി വരും, ഒന്നല്ലെങ്കിൽ 2 വർഷം ജയിലിൽ കിടക്കാം, അല്ലെങ്കിൽ ടോയ്സ് എമൗണ്ട് പെനാൽറ്റി ആയിട്ട് വരും. പിന്നെ നോർമൽ ചെക്കിൻ്റെയൊക്കെ വാലിഡിറ്റി 3 മാസമാണ്. പിന്നെ കുറച്ച് ഇത്രയുള്ള മെയിനായിട്ട് ചെക്സ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇത് ആൻസർ ചെയ്ത് നോക്കുക, സിമ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏറ്റവും താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പോസ് ചെയ്തിട്ട് ഇതിൻ്റെ ഓരോ ആൻസറും വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ താഴെ ആൻസർ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ താഴെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആൻസർ. ഇതാണ് ഇതിൻ്റെ ആൻസേഴ്സ്. അപ്പോൾ 1 by 1 ഓരോന്നും ആൻസർ ചെയ്യുക.